അസ്സലാമലൈക്കും എല്ലാവർക്കും താജ് വെസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. പത്തിരിക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ചേർന്ന അടിപൊളിയായിട്ടുള്ളൊരു കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം കേട്ടോ. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഞാനതിൽ ചേർക്കണത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടർത്തി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുറേ കൂടുതലായിട്ട് തോന്നുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓണിയനൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം വരെ നമുക്ക് വഴറ്റാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ വഴറ്റാനും എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ അരയ്ക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ 4 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി വലുതാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇത് 4 അല്ലി എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 5-6 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതും കട്ട് ചെയ്ത് ചേർക്കാം. ഒരു 10 കാഷ്യൂനട്ട് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു പിടി മല്ലിയിലയില്ലേ, ഒരു പിടി നിറച്ച് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വെള്ളമില്ലാതെ ആദ്യം അരച്ചെങ്കിലേ കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സവാളയൊക്കെ വഴറ്റെടുത്ത പാനിൽ അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വളരെ നേരിയ തീയിൽ ഈ പൊടികളൊന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊരു 5 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരയിട്ട് കൊടുത്തേക്കണത്. അപ്പോൾ അത് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 5-6 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് അതിൽ കൂടുതൽ വഴറ്റരുത്. കൂടുതൽ വഴറ്റി കഴിഞ്ഞാൽ ഈ മുട്ടയില്ലേ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ നേരിയ തീയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി മസാലയിൽ കോട്ട് ചെയ്ത മുട്ട നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഒരു 3 ഏലക്കായ, 2 ചെറിയ പീസ് പട്ടയാണ് കേട്ടോ. അതേമാതിരി 4 കരയാമ്പും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഓയിലോട്ട് ഇറങ്ങണ പോലെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഗ്രേവി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതല്ലേ, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പൊടികളും ഗ്രേവിയും കൂടെ ഒന്നൊന്ന് മിക്സ് ആക്കിയിട്ടേ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി മസാലയും കൂടി നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ, അത് ചേർക്കാം. അതേപോലെ 3 ടേബിൾ സ്പൂൺ തന്നെ നല്ല കട്ട തൈരില്ല, അധികം പുളിയില്ലാത്ത തൈര്, അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത് അതും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം മീഡിയം ടു ലോവിലായിരിക്കണേ, ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കരുത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇല്ലേ, ഒന്നും വെറുതെ ചട്ടിയിലിട്ട് ചൂടാക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കറി ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാലയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം.
5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി എഗ്ഗ് കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ഒരു 50 ലൈക്കെങ്കിലും ഞാൻ ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ബൈ ബൈ.